എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 5 കിലോമീറ്റർ മാത്രം ദൂരത്തായി നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ഭംഗിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കുന്ന വിലക്കുറവിൽ ലഭിക്കാവുന്ന 4 ബെഡ്റൂമിൻ്റെ മനോഹരമായൊരു വീടാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് നിൽക്കുന്നത്. നല്ല ബോക്സി ടൈപ്പിൽ നിർമ്മിച്ചിട്ടുള്ള വീടിൻ്റെ ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 5 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. കൂടാതെ എടപ്പള്ളിയിലേക്ക് 9 കിലോമീറ്ററും സിവിൽ സ്റ്റേഷനിലേക്ക് 7 കിലോമീറ്റർ ദൂരത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ്. നല്ല ഭംഗിയുള്ള വീടുകൾ തന്നെയാണ് ചുറ്റുഭാഗങ്ങളിലെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. 4 മീറ്ററോളം വീതി വരുന്ന റോഡുകൾ നമുക്കിവിടെ കാണാം. ഇന്റർലോക്ക് കട്ടയെല്ലാം വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ വില്ലയിൽ ഇനി ഈ ഒരു വീട് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. ചുറ്റുമതിലെല്ലാം ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റും ഗ്രിൽ വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ലൊരു വിസിബിലിറ്റി കിട്ടാവുന്ന രീതിയിലുള്ള ഗ്രിൽ വർക്കുകൾ തന്നെയാണ്. 17 അടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. നേരെ കയറി വരുന്നത് വിശാലമായൊരു കാർ പോർച്ചിലേക്കാണ്. കടപ്പാക്കല്ലുകളാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ പെയിൻറ്റിങ് വർക്ക് മാത്രമേ ഈ വീടിനായി പെൻഡിങ് ഉള്ളൂ. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കിണറിൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലായാണ്. 100% വാസ്തുശാസ്ത്രപ്രകാരം തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ്. വീടിൻ്റെയും ഡോറിൻ്റെയും ഡയറക്ഷൻ വടക്കോട്ട് തന്നെയാണ്. നല്ലൊരു സിറ്റൗട്ട് കാണാൻ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മരങ്ങൾക്കായി ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. സിംഗിൾ പാളിയോടുകൂടി വരുന്ന ഡോർ തുറന്ന് നേരെ കയറി വരുന്നത് അത്യാവശ്യം വിശാലമായൊരു ലിവിംഗ് ഹോളിലേക്കാണ്. നല്ല വലിപ്പമുള്ളൊരു ലിവിംഗ് ഹോൾ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. വലിപ്പമുള്ള വിൻഡോ എല്ലാം കൊടുത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. സീലിംഗ് വർക്കുകളും ഷാൻലിയർ ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ലിവിംഗ് ഹോളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ മനോഹരമായി നല്ലൊരു TV യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള TV യൂണിറ്റ് തന്നെയാണ്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ ഏരിയ ഇവിടെ ലഭ്യമാകുന്നുണ്ട്. 8 സീറ്ററോ 10 സീറ്ററോ പ്ലേസ് ചെയ്യാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭ്യമാണ്. നേരെ കാണുന്ന വിൻഡോ തുറക്കാവുന്ന രീതിയിലുള്ള ഡോറാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. കിച്ചൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി കിച്ചൻ്റെ അകത്തേക്ക് വരാം. നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് കിച്ചൻ്റെ നിർമ്മാണം. കിച്ചണിൽ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. നല്ലൊരു ചിമ്മിനിയും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കിച്ചൺ കൂടാതെ നമുക്ക് പുറത്തായി നല്ലൊരു വർക്ക് ഏരിയ എടുക്കാവുന്ന ഒരു സ്പേസും ലഭിക്കുന്നുണ്ട്. നമുക്ക് ഇനി നേരെ ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം. അവിടുത്തെ ചെറിയ വർക്കുകൾ മാത്രമേ ഇനി പെൻഡിങ് ആയിട്ടുള്ളൂ. അത്യാവശ്യം വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ തന്നെ ഇവിടെ ലഭിക്കും. ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് വരാം. ഗ്രൗണ്ട് ഫ്ലോറിലായി 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ ബെഡ്റൂം ഏകദേശം ഒരു 140ഓളം സ്ക്വയർ ഫീറ്റോട് കൂടി വരുന്ന ബെഡ്റൂമാണ്. വലിപ്പമുള്ള ജനലുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ജനലുകളിലെല്ലാം സീലിംഗ് കവേഡോട് കൂടി വരുന്ന പാനലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും കാണാൻ കഴിയും. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെ ഇവിടെ ലഭ്യമാവുന്നുണ്ട്. സെറ ബ്രാൻഡിൻ്റെ കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം കൊടുത്താണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റോട് കൂടി വരുന്ന ബെഡ്റൂമാണ്. ഇവിടെയും സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് നേരെ ഹോളിലേക്ക് തന്നെ തിരിച്ചു വരാം. സ്റ്റെയറിൻ്റെ താഴെ നല്ലൊരു വാഷ് കൗണ്ടർ കാണാൻ കഴിയും. നല്ല ടേബിൾ ടോപ്പോട് കൂടി വരുന്ന നല്ല ഭംഗിയിൽ നിർമ്മിച്ചിട്ടുള്ള വാഷ് കൗണ്ടർ തന്നെയാണ്. സ്റ്റെയറിൻ്റെ ഹാൻഡിലിനായി ടഫും ഗ്ലാസും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷിങ്ങിൽ വരുന്ന നല്ല ടൈലുകൾ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ 1ാമത്തെ നിലയിലേക്ക് വരാം. സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്കും നല്ലൊരു ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കാണാൻ കഴിയും. സ്റ്റെപ്പ് കയറി വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോളിലേക്കാണ്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് നമുക്ക് ലഭ്യമാവുക. അത്യാവശ്യം വിശാലമായൊരു ഹോള് തന്നെ ഇവിടെ കാണാം. ലിവിംഗ് ഹോളിൽ നിന്ന് കണ്ട ലൈറ്റാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടത്. ഇവിടെ ഒരു നല്ലൊരു TV യൂണിറ്റും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മുകളിലെ നിലയിലെ ബെഡ്റൂമുകളിലേക്ക് വരാം.
ഈ ബെഡ്റൂം ഏകദേശം ഒരു 140 സ്ക്വയർ ഫീറ്റിൽ തന്നെ ലഭിക്കുന്ന വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ്. ഇതിനും സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ് 4 ബെഡ്റൂമിനും ലഭിക്കുന്നത്. ഇനി നമുക്ക് അവസാനത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. ഏകദേശം ഒരു 140 സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന ബെഡ്റൂം ആണെങ്കിൽ പോലും തന്നെ ഇതിന് അഡീഷണൽ ആയിട്ടൊരു ബാൽക്കണി ലഭിക്കുന്നുണ്ട്. ഇതിനും താഴെ കണ്ട പോലെ കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം ഉണ്ട്. കൂടാതെ അഡീഷണൽ ആയിട്ട് വരുന്നത് ബാൽക്കണി തന്നെയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്നും യൂട്ടിലിറ്റിയിലേക്കും മെയിൻ ബാൽക്കണിയിലേക്കുമാണ് പോകേണ്ടത്. നല്ല ഭംഗിയുള്ളൊരു ബാൽക്കണി വ്യൂ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. നമുക്ക് കാണാം, നല്ലൊരു പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിനോടനുബന്ധിച്ച് വരുന്ന നല്ല ആസ്വദിക്കാൻ പറ്റിയ ഒരു ബാൽക്കണി തന്നെയാണ്. ഇനി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രം അകലെയായി സ്ഥിതി ചെയ്യുന്ന 4.600 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 1,10,00,000 രൂപയാണ്. ഈ ഒരു റേറ്റ് നെഗോഷ്യബിളുമാണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.